കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ സമയത്ത് നമ്മുടെ മക്കൾക്കൊക്കെ വെക്കേഷനാണ്. നമ്മുടെ മാതാപിതാക്കൾ മക്കളെ അവരെ കൂടുതൽ അടുത്തറിയുവാനും ആ കുഞ്ഞുമക്കളെ ദൈവവിശ്വാസത്തിൽ വളർത്തുവാനും പറ്റുന്ന ഏറ്റവും മനോഹരമായ സമയമാണ്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ ഈ അടുത്തയിടെ ഇവിടെ എല്ലാ ദിവസവും ധ്യാനമാണ്. ജൂൺ 1 വരെ എല്ലാ ദിവസവും ധ്യാനമാണ്. കുറച്ച് ദിവസമായി ധ്യാനം ആരംഭിച്ചിട്ട്. അപ്പോൾ ഈ കുട്ടികളുടെ ധ്യാനം ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയും കുട്ടികളുടെ ധ്യാനമുണ്ട്. അപ്പോൾ ഈ ധ്യാനത്തിനിടയിൽ ഞാൻ കുഞ്ഞുമക്കളോട് ചോദിച്ചു, 5, 6, 7 ക്ലാസ്സിലെ കുട്ടികളാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ അമ്മമാർ വിശുദ്ധരുടെ കഥകൾ പറഞ്ഞു തരാറുണ്ടോ? 100 കുട്ടികളുടെ ധ്യാനമാണ്. ആ 100 കുട്ടികളിൽ ഒരു കുഞ്ഞു മാത്രം കൈ ഉയർത്തുകയാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിച്ചു, നിങ്ങളുടെ അമ്മമാർ വിശുദ്ധരുടെ കഥകൾ പറയാറില്ലേ? ഒരു കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ആ കുട്ടിയുടെ പേര് അന്റോണിയോ എന്നാണ്. അന്റോണിയോ. ഈ ആളൊരു ധ്യാന കേന്ദ്രത്തിനടുത്തുള്ള വല്ലക്കുന്ന് എന്ന ഇടവകയിലാണ്. ആ കൊച്ചിൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് ഒരു 3-4 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ കൊച്ചു പറഞ്ഞു, അമ്മ വിശുദ്ധരുടെ കഥ പറയാറുണ്ട്. അപ്പോൾ മറ്റു കുട്ടികളൊക്കെ വളരെ ആശ്ചര്യത്തോടെ കുട്ടിയെ നോക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വെക്കേഷനിൽ മാതാപിതാക്കൾ വിശുദ്ധരുടെ കഥകൾ വായിച്ച് നിങ്ങളുടെ മക്കളെ അടുത്തിരുത്തി അത് പറഞ്ഞു കേൾപ്പിക്കണമെന്നുള്ളതാണ്. അത് വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ കൊച്ചു ചെറുപ്പത്തിൽ ഞാനൊരു 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നെ അടുത്തിരുത്തി അമ്മ മാസികയിലെ കഥകൾ അമ്മ വായിച്ച് കേൾപ്പിക്കാറുണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് മലയാളം വായിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ എൻ്റെ അമ്മ അത് മനസ്സിലാക്കി കഥകൾ, നല്ല കഥകൾ പറഞ്ഞു കേൾപ്പിച്ചു തരും. അത് കേൾക്കാൻ എത്ര മാധുര്യമായിരുന്നു, എന്തൊരു സന്തോഷമായിരുന്നു. ഞാൻ ആദ്യം കേട്ടൊരു കഥ, അത് ഒരു ആഫ്രിക്കയിലെ വിശ്വാസമില്ലാത്ത ഒരു നായാട്ടുകാരൻ്റെ കഥയായിരുന്നു. ആ കഥ ഒരു പിതാവാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആഫ്രിക്കയിലെ മനുഷ്യരോട് കഥ പറയുകയാണ്. ആഫ്രിക്കയിലെ ഒരു വനാന്തരത്തിൽ ജീവിക്കുന്ന ഒരു നായാട്ടുകാരൻ, വിശ്വാസമില്ല. അദ്ദേഹത്തിൻ്റെ മകളെ വേറൊരു നായാട്ടുകാരൻ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. അയാൾക്കൊട്ട് വിശ്വാസമില്ല, മദ്യപാനിയാണ്. അങ്ങനെ കാട്ടിലാണ് ജീവിക്കുന്നത്. 3-4 മാസങ്ങൾ കഴിയും തിരിച്ചു വീട്ടിലെത്താൻ. അപ്പോൾ ആ സ്ത്രീക്ക് ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ സ്ത്രീ ഭക്തിയിൽ വളർത്തിക്കൊണ്ടുവരികയാണ്. മാമോദിസ മുക്കാൻ ആഗ്രഹിച്ചാലും ഭർത്താവ് സമ്മതിക്കില്ല. അങ്ങനെ ഭർത്താവ് നായായിട്ട് പോയതിന് ഉടനെ ഒരുപാട് കിലോമീറ്ററുകൾ നടന്ന് ഗ്രാമപ്രദേശത്തെത്തി മാമോദിസ മുക്കുകയാണ്. കപ്പ്യാരാണ് തലതൊട്ടപ്പൻ. അങ്ങനെ ഓരോ കാര്യങ്ങളും ഈ കുഞ്ഞിനെ ഈ അമ്മ പഠിപ്പിച്ചു കൊടുക്കുന്നു. പിന്നെ മുതിർന്നപ്പോഴാണ് ഒരു പള്ളിയിൽ കൊണ്ട് അച്ഛൻ്റെ കൂടെ നിർത്തുന്നു. ആ കുഞ്ഞ് ഒരു വൈദികനാകുന്നു. അങ്ങനെ പഠിച്ചു മിടുക്കനായി ആ വൈദികൻ പിന്നെ ബിഷപ്പാകുന്നു. എന്നിട്ട് ഈ മെത്രാൻ ആഫ്രിക്കയിലെ ജനങ്ങളോട് പറയുകയാണ്, ആ ബിഷപ്പായ ആണ് ഈ നിൽക്കുന്ന ഞാൻ. പ്രിയമുള്ളവരെ, എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ കേട്ടൊരു കഥ എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്, ആദ്യത്തെ ഒരു കഥ അങ്ങനത്തെ ഒരു ചെറിയൊരു കഥയാണ്. അപ്പം നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കൾക്ക് അമ്മമാരെ ഓർമ്മപ്പെടുത്തുവാൻ നല്ല കഥകൾ പറഞ്ഞു കൊടുക്കണം. ഈ വെക്കേഷനിൽ വിശുദ്ധരുടെ കഥകൾ എത്രയോ പുസ്തകങ്ങൾ കിട്ടും. അതുകൊണ്ട് നമ്മുടെ മക്കൾ വിശുദ്ധരാകാൻ വിശുദ്ധരായ അമ്മമാർ വിശുദ്ധരുടെ കഥകൾ പറഞ്ഞു കൊടുക്കട്ടെ. അവിടെ കൊച്ചു മനസ്സുകളിൽ ആ വലിയ ബോധ്യങ്ങൾ വളരട്ടെ. അവർക്കറിയാം അവർ ആരായിത്തീരണമെന്ന്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവർക്ക് മുന്നോട്ട് നടക്കുവാൻ പ്രിയമുള്ള അമ്മമാരെ, അപ്പച്ചന്മാരെ, നമ്മുടെ മക്കൾക്ക്, പേരക്കുട്ടികൾക്ക് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ കൈകളിൽ നല്ല വിശുദ്ധരുടെ കഥകൾ ഉണ്ടാകട്ടെ. ദൈവം എല്ലാ മക്കളെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ കുഞ്ഞു മക്കൾക്ക് നല്ല വിശുദ്ധരുടെ കഥകൾ പറഞ്ഞു കൊടുത്ത് അവർ നല്ല മക്കളായി വളർന്നു വരുവാൻ ഈ ഒരു ദിവസത്തിന് അതിന് ശക്തമായൊരു അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഗോതമ്പുമണികൾക്കാനന്ദ നിർവൃത്തി തിരുവോസ്തിയാകാൻ പൊടിഞ്ഞിടുമ്പോൾ, ഗോതമ്പുമണികൾക്കാനന്ദ നിർവൃത്തി
പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.